Every traveler may have a dream destination, and for me, it has always been the mighty Himalayas. കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു അത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയത്തിലേക്ക് ഒരു ട്രെക്കിംഗ്, അതും ഒരു വിൻ്റർ. കുറേ മാസങ്ങളുടെ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷന് ശേഷം ഫൈനലി our dream has come true. Today, let me take you along with me on one of the most challenging treks we have ever done, a winter trek to Brahmatal. ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഡൽഹി എയർപോർട്ട്. ഇവിടെ നിന്നൊരു ക്യാബ് വിളിച്ച് നമുക്കിനി ഋഷികേശിലേക്ക് പോകണം. ബൈ റോഡ് വി ഹാവ് ടു ട്രാവൽ. ഇന്ന് വൈകുന്നേരം അവിടെയാണ് സ്റ്റേ. ഡൽഹി ടു ഋഷികേശ് ഒരു 4.5 മണിക്കൂർ എടുക്കും. അറൗണ്ട് 250 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇത് മുസഫർ നഗർ. ഇവിടുത്തെ മിക്ക ധാബകളിലും എങ്ങനെയാണ് ചായ കിട്ടുക? മണ്ണിൻ്റെ കപ്പിൽ. നല്ല കട്ടിപ്പാലിൽ ഇഞ്ചിയും ഏലക്കയും ചതച്ചുണ്ടാക്കിയ ഒരു അടിപൊളി ചായ. ഡൽഹിയുടെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ വഴികളാണ് ഇനി. ഹൈവേയുടെ 2 ഭാഗത്തും കടുക് പാടങ്ങളും കരിമ്പ് പാടങ്ങളും കാണാം. ഹിമാലയൻ താഴ്വാരത്തിൽ പുണ്യനദിയായ ഗംഗാജിയുടെ തീരത്തുള്ള ഋഷികേശിൽ നിന്നാണ് ഇന്നത്തെ സുപ്രഭാതം. ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ സൺറൈസ്. മോർണിംഗ് തൊപ്പി ബാപ്പാസ ഇറങ്ങിയിട്ടാ. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ക്ലാർക്സ് ഇൻ എക്സ്പ്രസ് ഇൻ ഋഷികേശ്. ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ലോങ് ഡേ. സോ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 10 മണിക്കൂർ വണ്ടിയിലിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഇന്ന് നമ്മുടെ യാത്ര ഈസ് ഫ്രം ഋഷികേശ് ടു ലോഹാജംഗ്, the base camp of our trek. Good morning. ട്രെക്ക് നോമാഡ്സ് എന്ന പേരിലുള്ളൊരു ട്രെക്കിംഗ് കമ്പനിയാണ് നമ്മുടെ ഈ ട്രെക്ക് അറേഞ്ച് ചെയ്യുന്നത്. അവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രീമിയം പ്ലാൻ ആൻഡ് ഓൾസോ ദേ ഹാവ് ലെസ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ വൺ ഗ്രൂപ്പ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 6 പേരുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഫൈനലി ഇറ്റ് ഗോട്ട് റെഡ്യൂസ് ടു 3 of us. ഇത് ശ്രീ കിഷോർ വൈദ് ഫ്രം ഡൽഹി. ഇദ്ദേഹവും ഞങ്ങൾ 2 പേരുമാണ് ഈ ട്രെക്കിലുള്ളത്. ഈ യാത്ര മുഴുവൻ നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. അതാണ് ഈ കാണുന്നത്, ദ ഹോളി റിവർ ഗംഗ. ഇവിടെയുള്ളവർ ഗംഗാജി എന്നാണ് പറയുക. എത്ര കണ്ടാലും മതിവരാത്ത ഈ മലനിരകളും രാവിലത്തെ സൂര്യരശ്മികളും ഗംഗാജി ഒഴുകുന്ന ഈ ശബ്ദവും, ശരിക്കും ഇത് വേറൊരു ലോകമാണ്. ഋഷികേശിൽ ഇന്നലെ സ്റ്റേ ചെയ്തത് മുതൽ ഇനി അങ്ങോട്ടുള്ള യാത്രയിലെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഓർഗനൈസ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ട്രെക്ക് നോമാഡ്സ് ആണ്. ഇതാണ് നമ്മുടെ പുണ്യനദിയായ ഗംഗയുടെ ഉത്ഭവസ്ഥാനം, ദേവപ്രയാഗ്. അളകനന്ദയും ഭാഗീരഥിയും ഒരുമിക്കുന്ന മനോഹരമായ അത്ഭുതകരമായ കാഴ്ചയാണിത്. ഭഗവാൻ ശ്രീരാമൻ്റെ ക്ഷേത്രമാണ് അവിടെ ഉള്ളത്, രഘുനാഥ് ജി ടെമ്പിൾ. ആൻഡ് ദിസ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്, ടെഹരി ഗഡ്വാൾ ഡിസ്ട്രിക്ട്. നമ്മൾ സ്കൂളിൽ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ് ഗംഗാ നദിയുടെ കഥ. അതൊന്നുകൂടെ പറഞ്ഞുതരാം. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ നദി താഴേക്ക് ഒഴുകുമ്പോൾ 5 പോയിന്റിലാണ് മറ്റ് നദികളുമായി കൂടിച്ചേരുന്നത്. ഏറ്റവും ആദ്യം വരുന്നത് വിഷ്ണുപ്രയാഗ്, ഫോളോഡ് ബൈ നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്. ഏറ്റവും ഒടുവിൽ വരുന്ന പ്രയാഗാണ് ദേവപ്രയാഗ്, വേർ അളകനന്ദ മീറ്റ്സ് ഭാഗീരഥി റിവർ, ആൻഡ് ദാറ്റ്സ് ദി ഒറിജിൻ ഓഫ് റിവർ ഗംഗ.
Interestingly, when we travel from Rishikesh towards the mountain ranges, we meet these prayags in the reverse order. ആദ്യം കാണുന്നത് ദേവപ്രയാഗ്, ഫോളോഡ് ബൈ ദ റെസ്റ്റ് ഓഫ് ദ പ്രയാഗ്സ്. ഈ പ്രയാഗുകളെല്ലാം കാണാൻ ഇനി വേറൊരു യാത്ര ഇങ്ങോട്ട് വരേണ്ടി വരും. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് അളകനന്ദയാണ്. ഡ്രൈവർ ഇവിടെ വണ്ടി നിർത്തി ഒരു ചെറിയ കഥ പറയാൻ. ആ ദൂരെ കാണുന്നതാണ് ധാരി ദേവി ക്ഷേത്രം. 2013 ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഇടയിൽ ദേവിയുടെ വിഗ്രഹം അത് പ്രതിഷ്ഠിച്ച സ്ഥാനത്തു നിന്നും മാറ്റി വെക്കേണ്ടി വന്നു. ഈ വിഗ്രഹം മാറ്റിവെച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി കേദാർഖണ്ഡയിൽ മുഴുവൻ വെള്ളപ്പൊക്കം വന്നത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ദേവിയുടെ കോപമാണത്രേ. കാളിദേവിയുടെ അവതാരമാണ് ധാരി ദേവി. ഉത്തരാഖണ്ഡിലെ ചാർധാം ഷ്രൈൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ദേവിയാണെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. കുറേ സമയം വണ്ടിയിലിരുന്നതല്ലേ, വീണ്ടും ഒരു സ്മോൾ ബ്രേക്ക്, ഒരു ചായ കുടിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാം. ഈ വഴിയിൽ വാട്ടർ ബോട്ടിൽ വാങ്ങേണ്ട ആവശ്യമില്ല. ഇടയിൽ ഇതുപോലെ വണ്ടി നിർത്തി വെള്ളം നിറയ്ക്കാം. 100% പ്യുവറായിട്ടുള്ള വെള്ളം ഫ്രം ദ മൗണ്ടൻ പീക്സ്. നമ്മുടെ യാത്രയിൽ ദേവപ്രയാഗ് മാത്രമേ വിതൗട്ട് ടേക്കിംഗ് എനി ഡൈവേർഷൻ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള പ്രയാഗെല്ലാം കാണാനായിട്ട് കുറച്ചുള്ളിലേക്ക് പോകണം. അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. കാരണം വൈകിട്ട് ഒരു 5-6 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. സോ എവിടെയും നിർത്തിയില്ല, മുന്നോട്ട് തന്നെ. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് പിണ്ടാർ നദിയാണ്. ആ നദിയുടെ പേരിലുള്ള ഒരു കഫേയിലാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്, പിണ്ടർ പൈൻ കഫേ. ഫിഷ് കാണിച്ചൊരു റിവർ ഫിഷ്. ഞാനൊരു ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് അവർ താലി. ബ്രഹ്മതാൾ ജാറേ. പുറകിൽ പിണ്ടാർ നദി ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട്. വെള്ളം അധികം ഇല്ല, പക്ഷെ മഴക്കാലത്ത് നല്ല രസമായിരിക്കും ഇവിടെ വരാൻ. നമ്മുടെ പോലെ വേറെയും യാത്രക്കാർ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ലഞ്ച് കഴിക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ഒരു 90 കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് മിനിമം അനദർ 4 hours. നമ്മുടെ ഡ്രൈവർ ഒരു സംസാരപ്രിയനാണ്. പുള്ളിയോടൊരു വാക്കേ ചോദിച്ചുള്ളൂ ഇവിടുത്തെ ലൈഫൊക്കെ എങ്ങനെയാണെന്ന്. ദെൻ ഹീ സ്റ്റാർട്ടഡ് നോൺ സ്റ്റോപ്പ്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് പഹാഡികൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് വിശദമായിട്ട് പറയുകയാണ്. ഒരു കടുത്ത മോദി ആരാധകനാണ് പുള്ളി. आप चला सकते हैं। पहले एक BSNL का होता था, वो भी यहाँ से वो टॉप पे जाना पड़ता था, तो आधा घंटा हेलो तो हिलाना पड़ता था वो हेलो आ गया तो ठीक है, वरना വലിയ വലിയ പാറകളെ വെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. വളഞ്ഞ് പൊളഞ്ഞ് തണുപ്പ് കൂടി കൂടി വരികയാണ്. ഋഷികേശ് ഒരു 1200 feet above the sea level ആണെങ്കിൽ by the time we reach Lohajang it's around 7500 feet above the sea level. രാവിലെ 8 മണിക്ക് പുറപ്പെട്ടതാണ്. ഏകദേശം ഒരു 6 മണിയാവും ലോഹാജംഗ് എത്താൻ. ഇത്രയും നീണ്ട യാത്രയായിട്ടും നമ്മൾക്ക് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? ദർ ഇസ് ഓൾവേസ് എ റിവർ ഫ്ലോയിങ് ബിസൈഡ്സ് us.
ആദ്യം അത് ഗംഗയായിരുന്നു, പിന്നെ അത് അളകനന്ദയായി, ഇപ്പോൾ ഇതാ പിണ്ടാർ റിവർ, പിന്നെ ഈ മൗണ്ടൻ റേഞ്ചസും. സോ ഐ ഫൗണ്ട് ദിസ് ഹോൾ ജേർണി ടയർസം ബട്ട് റിഫ്രഷിംഗ്. ഒടുവിൽ ലോഹാജംഗ് എത്തി. ഒരു കുഞ്ഞ് സ്നോഫാള് കിട്ടി വെൻ വി റീച്ച്ഡ് ഹിയർ. ഹൽക്ക ഹൽക്ക എന്ന് പറയാം. ഇവിടുത്തെ കൊച്ചു കവലയാണത്. ഇതിൻ്റെ 4 ഭാഗത്തുമായിട്ട് കുറച്ച് കടകളുണ്ട്, കുറച്ച് ലോഡ്ജുകളുണ്ട്. ട്രെക്ക് നോമാഡ്സിൻ്റെ ഗൈഡ് ശ്രീ ലോകേഷ് റാണ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒരു ചായക്കടയിൽ കൊണ്ടുപോയി. പിങ്കു റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ലോകേഷാണ് ചെയ്യുന്നത്. നാളെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നു, ചെറിയൊരു ബ്രീഫിങ്. ഈ പുള്ളിയുടെ പേര് സിംബ. ഈ സുന്ദരിക്കുട്ടിയുടെ പേര് പക്ഷെ എനിക്കറിയില്ല. നമ്മുടെ വീട്ടിലുണ്ട് ഇതുപോലെ ഒരാള്, മീനുക്കുട്ടി. ഈ ഗ്രാമം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് കുറച്ച് നടന്നു നോക്കി. കാര്യമായിട്ടൊന്നും കാണാൻ സാധിച്ചില്ല അതർ ദാൻ ദിസ് കവല. സോ വി വെന്റ് ബാക്ക് ടു അവർ റൂം. ഈ കാണുന്ന അനന്ത ഹോട്ടൽ എന്ന് എഴുതിയതിൻ്റെ പുറകിലായിട്ട് കുറച്ച് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ 3-4 റൂമുണ്ട്. അതിലൊരു റൂമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ചമോലി ഡിസ്ട്രിക്റ്റിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഈ ലോഹാജംഗ്. ബെയർലി 50 ഹൗസസ്. ഒരു 2500 ആൾക്കാരെ ഇവിടെ താമസിക്കുന്നുള്ളൂ ഓൾ ടുഗെദർ. കർഷകരാണ് ഈ ഗ്രാമത്തിലുള്ളത്. ഇപ്പോൾ ടൂറിസം, ട്രെക്കിംഗ് ഒക്കെ കുറച്ച് പോപ്പുലറായി തുടങ്ങിയതുകൊണ്ട് ബേസ് ക്യാമ്പ് സർവീസിനായിട്ട് ഗൈഡുകളും കുറച്ച് സപ്പോർട്ട് സ്റ്റാഫും കുറച്ച് ഹോം സ്റ്റേസും ഉണ്ട്. ട്രെക്കിങ്, അതും ഒരു വിൻ്റർ ട്രെക്കിംഗ്. അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ എല്ലാ മെറ്റീരിയൽസും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. പലതും ഇവിടെയുള്ള കടകളിൽ നിന്നും വാടകയ്ക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു കടയാണിത്. ഞങ്ങൾ വന്നത് ഫെബ്രുവരിയിലായിരുന്നു. ഡേ ടൈം ടെമ്പറേച്ചർ വാസ് അറൗണ്ട് 5 degrees to 8 degrees and night time it goes up to -5 degrees. ആൻഡ് മോസ്റ്റ്ലി ഫെബ്രുവരിയിൽ ഇവിടെ സ്നോഫോൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമയത്ത് ഇവിടേക്കുള്ള ട്രെക്ക് പ്ലാൻ ചെയ്തത്. ഹോപ്പിംഗ് ഫോർ എ സ്നോ കവേർഡ് ട്രെയിൽ ടുമോറോ. ഇതൊരു 7 day ലോങ് ട്രെക്ക് ആയതുകൊണ്ട് മുഴുവൻ ബ്രഹ്മതാൾ യാത്ര ഞാൻ കുറച്ച് എപ്പിസോഡുകളായിട്ട് അപ്ലോഡ് ചെയ്യാം. ടിൽ ദെൻ കീപ് വാച്ചിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് us. Bye from Lohajang.